ഷോർട്ട് ടൈം ട്രേഡിങ്ങിന് വേണ്ടി ആനന്ദ് റാട്ടി എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ റിസർച്ച് അനലിസ്റ്റ് റെക്കമെൻഡ് ചെയ്ത 2 ക്വാളിറ്റി സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് നെസ്ലെ ഇന്ത്യ ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം നെസ്ലെ ഇന്ത്യ 2% ഉയർന്ന് 2524 ക്ലോസിംഗ് നൽകി. നെസ്ലെ ഇന്ത്യയുടെ 52 വീക്ക് ഹൈ 2769. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. 52 വീക്കിലോ 2145. 2.43 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 75. ഡിവിഡൻഡ് ഈൽഡ് 1.17%. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് നെസ്ലെ 4% നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. ഇയർ ടിൽ ഡേറ്റിൽ സ്റ്റോക്ക് 8% നെഗറ്റീവ് റിട്ടേൺ നൽകി. ഇൻഡെക്സ് ഇയർ ടിൽ ഡേറ്റിൽ 10% റിട്ടേൺ നൽകിയപ്പോൾ നെസ്ലെ 8% നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. നെസ്ലെ അതിൻ്റെ റെക്കോർഡ് ഹൈ ആയ 2645 രൂപയിൽ നിന്നും ജൂലൈ 19 തീയതിക്ക് ശേഷം കറക്ഷൻ ഫേസിലേക്ക് നീങ്ങി. അവിടെ നിന്നും സ്റ്റോക്ക് അതിൻ്റെ ക്രിട്ടിക്കൽ സപ്പോർട്ട് സോണിൽ ഒരു സ്റ്റെബിലൈസ് ആവുകയും ഹയർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റിൻ്റെ സൂചനകളും നൽകിയിട്ടുണ്ട്. 200 എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുന്നു. കൂടാതെ RSI നോക്കുകയാണെങ്കിൽ RSI ബുള്ളിഷ് ഡൈവർജൻസിൻ്റെ സൂചനകളാണ് നൽകിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നെസ്ലെ എന്ന സ്റ്റോക്കിനെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ, അതായത് 2500-നും 2530-നും ഇടയിൽ അക്കുമുലേറ്റ് ചെയ്യാനാണ് ആനന്ദ് റാട്ടിയുടെ റിസർച്ച് അനലിസ്റ്റ് പറയുന്നത്. സ്റ്റോക്കിന് 2760 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. 2395 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ, അതായത് ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഡബിൾ ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വന്നു കഴിഞ്ഞു. കൂടാതെ നെക്ക് ലൈൻ റെസിസ്റ്റൻസിനടുത്ത് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ നിന്നും ഒരു ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ സ്റ്റോക്ക് 2600, 2650 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം. അതേസമയം 2400 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. രണ്ടാമത്തെ സ്റ്റോക്ക് ബജാജ് ഫിനാൻസ്. ബജാജ് ഫിനാൻസിൻ്റെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചും ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചും കഴിഞ്ഞ പല വീഡിയോകളിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആനന്ദ് റാട്ടി എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ ടെക്നിക്കൽ അനലിസ്റ്റും സ്റ്റോക്കിനെ റെക്കമെൻഡ് ചെയ്യുന്നു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ബജാജ് ഫിനാൻസ് 2% ഉയർന്ന് 6585 ക്ലോസിംഗ് നൽകി. 4 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 27.16. ഡിവിഡൻഡ് ഈൽഡ് 0.5%. 52 വീക്ക് ഹൈ 8192. 52 വീക്കിലോ 6187. കഴിഞ്ഞ 6 മാസം കൊണ്ട് ബജാജ് ഫിനാൻസ് 1%-നടുത്ത് നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. 2024 ജൂലൈ മാസത്തിൽ ബജാജ് ഫിനാൻസ് 7429 എന്ന ഹൈയിലെത്തിയിരുന്നു. അവിടെ നിന്നും സ്റ്റോക്കിൽ ഒരു കറക്ഷൻ വരികയും ഏകദേശം 11%-ഓളം സ്റ്റോക്ക് കറക്റ്റ് ആവുകയും ചെയ്തു. 6500 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. കൂടാതെ 6500 എന്ന ലെവലിൽ പ്രൈസ് ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ അവിടെ നമ്മൾക്കൊരു ക്രിട്ടിക്കൽ സപ്പോർട്ട് സ്റ്റോക്കിനുള്ളതായിട്ടും കാണാൻ സാധിക്കും. ഇവിടെ നിന്നും 6500, 6600 തുടങ്ങിയ സോണുകളെ സപ്പോർട്ടായി പരിഗണിച്ചുകൊണ്ട് സ്റ്റോക്ക് വീണ്ടും ഹയർ സൈഡിലേക്ക് നീങ്ങും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. സ്റ്റോക്കിന് 7000 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. 6385 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബജാജ് ഫിനാൻസിൻ്റെ ലോങ് ടൈം ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ സ്റ്റോക്ക് ഇപ്പോഴും ഒരു ബിയറിഷ് ട്രെൻഡിൽ തന്നെയാണ്. അതേസമയം 6500, 6600 തുടങ്ങിയ സോണുകൾ സ്റ്റോക്കിൻ്റെ ക്രിട്ടിക്കൽ സപ്പോർട്ട് സോണായി പ്രവർത്തിക്കുന്നു. ഇവിടെ നിന്നും ഒരു ബൗൺസ് ബാക്ക് വരികയാണെങ്കിൽ സ്റ്റോക്ക് 7000, 7200 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. അതേസമയം 6500 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ സ്റ്റോക്ക് അതിൻ്റെ നെക്സ്റ്റ് സ്ട്രോങ് സപ്പോർട്ടായ 6000 എന്ന റീജിയനിലേക്ക് ഇടിഞ്ഞേക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്